വേറൊരു കാര്യം, ടീച്ചർ ഉപയോഗിക്കുന്ന രീതിയിൽ ആയിരിക്കില്ല മറ്റു മതക്കാർ ദൈവത്തെ ആരാധിക്കുന്നതും കാണുന്നതും. ഓരോ വ്യക്തികളും അവരുടെ ഹൃദയത്തിൽ ദൈവത്തിന് വസിക്കാൻ ഒരു അവസരം ഒരുക്കുന്നു, ദൈവത്തിന് വസിക്കാൻ സ്ഥലമൊരുക്കുന്നു. എപ്പോഴാണോ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ദൈവത്തിന് വസിക്കാനുള്ള സ്ഥലം ഇല്ലാതെ പോകുന്നത്, ആ സമയം നമ്മുടെ ഹൃദയത്തിൽ ദുഷ്ചിന്തകളുണ്ടാവും, മോശമായ പ്രവൃത്തിയിലേക്ക് പോകും. അപ്പോൾ ഒരു വ്യക്തി ഒരു ക്രിസ്ത്യാനി ആയതുകൊണ്ടോ മതപഠനം നടത്തിയത് കൊണ്ടോ ഒന്നും ആ വ്യക്തി അവസാനം വരെ നല്ലതായി ജീവിക്കുമെന്ന് പറയാൻ നമുക്ക് പറ്റില്ല. പറയാൻ പറ്റും. എങ്ങനെയെന്ന് വെച്ചാൽ, ആ വ്യക്തി ദൈവത്തെ പൂർണ്ണമായി തൻ്റെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചിട്ട് ഉണ്ടെങ്കിൽ ആ വ്യക്തി അവസാനം വരെയും നേർപാതയിൽ കൂടെ തന്നെ നടക്കും. കാരണം അവനൊരു ഭയമുള്ളിലുണ്ട്. ചില ആൾക്കാർ പറയും ദൈവം എന്ന് പറയുന്നത് മനുഷ്യനെ ഭയം കൊണ്ടുവരുന്നതാണെന്ന്. അതെ, ഭയം എന്തിനു വരുന്നു? നമ്മൾ തെറ്റായ കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മുടെ മനസ്സിലൊരു ചിന്ത വരും. ആ ചിന്തയാണ് ദൈവം തരുന്ന ചിന്തയെന്ന് നമ്മൾ വിശ്വസിക്കുന്നത്, ഞാൻ വിശ്വസിക്കുന്നത്. ആ ചിന്ത മനസ്സിലുണ്ടെങ്കിൽ തീർച്ചയായും നീച പ്രവൃത്തി ഒരു മനുഷ്യന് ചെയ്യാൻ കഴിയില്ല. ഒരു ക്രിസ്ത്യാനി ആയതുകൊണ്ടോ ഒരു മുസ്ലിം ആയതുകൊണ്ടോ അവൻ ഒരു നീചപ്രവൃത്തിയും ചെയ്യില്ല എന്നൊരിക്കലും നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. പക്ഷേ ഹൃദയത്തിൽ ദൈവഭയം ഉണ്ടെങ്കിൽ ആ വ്യക്തി ഒരിക്കലും മോശമായ വഴിയിലേക്ക് പോവില്ല. അത് 100% ഉറപ്പുള്ള കാര്യം തന്നെയാണ്.